ഹായ് ഫ്രണ്ട്സ്, നത്തുൻ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി, പെട്ടെന്ന് ചെയ്യാവുന്ന നെയ്യപ്പമാണ്. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്കൊന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ്. നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ? വന്നോളൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യത്തിനായിട്ട് എടുക്കുന്നത് 1 കപ്പ് ശർക്കരയാണ്. ഇത് പൊടിച്ച ശർക്കരയാണ്. അതാണ് 1 കപ്പ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ മധുരം കുറച്ചുകൂടെ എടുക്കാം. ഞാൻ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിന് 2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു പാനിയാക്കി എടുക്കാം. 1 കപ്പ് കൂടെ നമുക്ക് ഒഴിക്കാം. അടുപ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. കുറുക്കിയെടുക്കേണ്ട കാര്യമില്ല. ശർക്കര പാനി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇവിടെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇച്ചിരി കൂടിയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. 2 സ്പൂണ് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ 1/2 കപ്പ് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് ഇരിക്കുന്നതാണ്. ഇത് നമുക്കിതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചുമന്ന് വന്നാൽ മതി, ഒരുപാട് കരിഞ്ഞു പോകരുത്. തേങ്ങയെല്ലാം നല്ലപോലെ ചുമന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം 1 സ്പൂണ് കറുത്ത എള്ളാണ്, ഞാൻ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ എള്ളിട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ എള്ള് കരിഞ്ഞു പോകും. ഈ എള്ളും ഈ തേങ്ങാക്കൊത്തും ഒക്കെ മൂത്ത് ആ ഒരു മണവും അതിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ നെയ്യപ്പത്തിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് തണുത്ത് വരട്ടെ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ കപ്പിന് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഇതിന് 2 കപ്പ് നമുക്ക് എടുത്താൽ മതി. 1 കപ്പ് മൈദ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ശർക്കരപ്പാനി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ചെറു ചൂടോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഇഡ്ഡലി മാവ് പരുവത്തിൽ ഇരുന്നാൽ മതി. ഇത് നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണം. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്കിതിനെ വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു കപ്പ് വെള്ളവും കൂടെ ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതിൽ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിനൊന്ന് അടിച്ചെടുക്കാം. കാര്യം ഇതിനകത്ത് കഷ്ണമായിട്ടൊക്കെ കിടപ്പുണ്ട്, തരിയൊക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മിക്സിയിൽ ഒന്നിച്ചങ്ങ് ഒഴിക്കുകയാണ്. കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ 2ആയിട്ട് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിതെല്ലാം ഒന്ന് ഒഴിച്ചിട്ട് അടിച്ചു കൊണ്ടുവരാം. ഇതിനെ ഞാൻ നല്ലപോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ തിരിച്ചൊഴിക്കാം. അപ്പം നമ്മൾ ഈ എടുത്തിട്ടുള്ള ഈ മാവിന് തരി ഒട്ടുമില്ലല്ലോ. അപ്പം നെയ്യപ്പത്തിന് ഇച്ചിരി തരി വേണ്ടേ. അപ്പം നമ്മൾ അതിന് ചേർക്കുന്നത് എന്താണെന്നറിയോ? ആ കപ്പിന് തന്നെ 1/2 കപ്പ് റവ കൂടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ കുതിർന്ന് വരാൻ ഇച്ചിരി സമയമെടുക്കും. ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ തന്നെ ഇതിനെ ഒന്ന് വെക്കണം. നമ്മുടെ റവയെല്ലാം നന്നായിട്ടൊന്ന് മാവ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം കൂടുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് റവ ചേർത്താൽ മതി. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം.
ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ സോഡാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങ വറുത്തതും എള്ള് വറുത്തതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് ഇങ്ങനൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലിരിക്കണം. ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കിത് ചുട്ടു തുടങ്ങാം. തേങ്ങാക്കൊത്ത് വറുത്ത ആ ചട്ടി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഓരോ തവി കോരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ഇച്ചിരി ചൂട് കൂടി നിൽക്കണം. കഴിയുമ്പോൾ കുറഞ്ഞ തീയിൽ അതിനെ മൂപ്പിച്ചെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. ചെറിയ തീയിലിരുന്നാൽ മതി. തീ കൂടിപ്പോയാൽ ഉള്ളു വേഗില്ല കേട്ടോ. ഇങ്ങനെ നമ്മുടെ നെയ്യപ്പം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കോരി മാറ്റി ബാക്കിയെല്ലാം അതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്യപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് നെയ്യപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.